ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പം ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. LP-UPയുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2005 നടന്നിട്ടുള്ള LPയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. അപ്പം അത് പ്രസക്തി ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, കറണ്ട് അഫെയർ ആയിരുന്നു. അപ്പോൾ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ഒന്ന് ജസ്റ്റ് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം തുടങ്ങിയത് 1993 ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യത്തിൽ കൊടുത്തത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായിട്ട് കൊടുത്തത്. പിന്നെ 2018 മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കി പോരാം. 2018 M മുകുന്ദനാണ് കൊടുത്തിട്ടുള്ളത്. 2019 ആനന്ദിനും, 2020 സക്കറിയക്കും, 2021 P വത്സലയ്ക്കും, 2022 സേതുവിനും, 2023 SK വസന്തനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കോഡ് ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോഡാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടാം. അപ്പോൾ നോക്കാം നമുക്ക്. മുകുന്ദന് ആനന്ദ് കറി കൊടുത്തപ്പോൾ വത്സല സേതുവിന് വസന്തം കൊടുത്തു എന്നാണ് ഞാൻ ഓർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2018 മുതൽ 23 വരെയുള്ള പുരസ്കാര ജേതാക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. മുകുന്ദന് ആനന്ദ് കറി കൊടുത്തപ്പോൾ വത്സല സേതുവിന് വസന്തം കൊടുത്തു. ഇതാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത സിനിമയാണ് അകലെ. അതും ഒരു കറണ്ട് അഫെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചത് ഉള്ളൂർ S. പരമേശ്വര അയ്യരാണ്. അപ്പം മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചത് ഉള്ളൂർ S. പരമേശ്വര അയ്യരാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്ന വർഷം 1986. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വന്നത് 1986. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് SSA ആണ്. ഈ കൂട്ടത്തിൽ പെടാത്തത് MS സ്വാമിനാഥനാണ്. വന്ദന ശിവ, മേധാ പട്കർ, സുന്ദർലാൽ ബഹുഗുണ, MS സ്വാമിനാഥനാണ് കൂട്ടത്തിൽ പെടാത്തത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചതുർവിധ അഭിനയങ്ങളിൽ കഥകളിയിൽ ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് വാചികമാണ് കഥകളിയിൽ ഇല്ലാത്തത്. കുട്ടി അധ്യാപകൻ ഏൽപ്പിക്കുന്ന പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നു. ഇത് വിലയിരുത്തപ്പെടുന്നത് പാർട്ട് 3. ഇനി ശരിയായ പദമേത്? അഞ്ജനമാണ് ശരിയായിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഊഷ്മാക്കൾ എന്ന വിഭാഗത്തിൽ പെടുന്ന അക്ഷരം ഷായാണ്. ഊഷ്മാക്കളിൽ ഊഷ് എന്ന് പറയുമ്പോൾ ഷാ ഉണ്ട് അല്ലേ. അപ്പോൾ ഷായാണ് ഊഷ്മാക്കൾ എന്ന വിഭാഗത്തിൽ പെടുന്നത്. വേറെ അക്ഷരങ്ങളുണ്ട്, നിങ്ങളത് ആ ഭാഗം ഒന്ന് പഠിച്ചു വെക്കണേ. 12ാമത്തെ ക്വസ്റ്റ്യൻ ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യരാണ്. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യരാണ്. പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികനാണ് കണാദ മുനിയാണ് പരമാണു സിദ്ധാന്തം ഉന്നയിച്ചിട്ടുള്ളത്. എമിലി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് റൂസോ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഏത് എന്നാണ്. അത് ഹിന്ദിയാണ്. ബ്രാഹുയും തമിഴും കന്നഡയും എല്ലാം ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകളാണ്. ഹിന്ദിയാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്തത്. 16ാമത്തെ ക്വസ്റ്റ്യൻ മൂല്യനിർണ്ണയത്തിൽ നിന്നും അപ്പർ പ്രൈമറി തലത്തിൽ പാർട്ട് 1 സ്വീകരിച്ചിരിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം 5 പോയിൻ്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ഇനി കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് വായിച്ചു പോയിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടി അവൻ്റെ സഹപാഠിയെ പറ്റി പരാതി പറയുന്നു. ഇതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? 2 കുട്ടികളോടും സൗഹൃദ നിലയിൽ സംസാരിച്ച് അവരെ സുഹൃത്തുക്കളാക്കും. അപ്പോൾ 2 കുട്ടികളോടും സൗഹൃദ നിലയിൽ സംസാരിച്ചിട്ട് അവരെ സുഹൃത്തുക്കളാക്കും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 25 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് അല്ലേ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഓപ്പറേഷൻ തണ്ടറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ. അപ്പം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ഇതാണ് അല്ലേ.
അപ്പം 26ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ച പ്രധാനമന്ത്രി ആര്? ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവു ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതിയാണ് അല്ലേ. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ഇന്ത്യയിൽ അല്ലാത്തത് ഹാങ്ങിങ് ഗാർഡൻ ആണ് കേട്ടോ. ഹാങ്ങിങ് ഗാർഡൻ ആണ് ഇന്ത്യയിൽ അല്ലാത്തത്. ഈഡൻ ഗാർഡനും മുഗൾ ഗാർഡനും ഷാലിമാർ ഗാർഡനും ഒക്കെ ഇന്ത്യയിലുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ മുഖ്യ പങ്കും വരുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ മുഖ്യ പങ്കും വരുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഇന്ത്യ പാക് സന്ധിയിൽ ഒപ്പുവെച്ചത് എവിടെ വെച്ചായിരുന്നു? താഷ്കൻഡിൽ വെച്ചിട്ടാണ്. 31 8 അയൽ സംസ്ഥാനങ്ങളുള്ള ജില്ലകൾ മധ്യപ്രദേശാണ് കേട്ടോ. 8 അയൽ സംസ്ഥാനങ്ങളുള്ള ജില്ല മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, വസന്ത സമരാത്ര ദിനമാണ് മാർച്ച് 21. വസന്ത സമരാത്ര ദിനമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 34 ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നത് ഡോക്ടർ അംബേദ്കർ ആണ്. കരട് നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നത് ഡോക്ടർ അംബേദ്കർ ആണ്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ അർദ്ധഭാഗമാണ് കോറമാണ്ടൽ തീരം. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ അർദ്ധഭാഗം കോറമാണ്ടൽ തീരമാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയ കാലാവസ്ഥ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് വേഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയ കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ. ഇനി കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആനിമോമീറ്റർ ആണ്. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നും താപം എത്തിക്കുന്നത് വികിരണം വഴി. 39ാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്നത് അന്തരീക്ഷ പാളിയാണ്, ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. പരമാവധികളുടെ വൻകര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൻകരയാണ് ഏഷ്യ. ഏഷ്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒറീസയാണ്. സംസ്ഥാനമാണ് ഒറീസ. വരയാടുകൾക്ക് പ്രസിദ്ധിയാർജിച്ച പ്രദേശമാണ് രാജമല. ഗവർണർ ജനറൽ പദവി വഹിച്ച ഇന്ത്യക്കാരനാണ് സി രാജഗോപാലാചാരിയാണ് ഗവർണർ ജനറൽ പദവി വഹിച്ച ഇന്ത്യക്കാരൻ. 2001 സെൻസസ് പ്രകാരം പുരുഷന്മാരേക്കാൾ സ്ത്രീകളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം 2011 കേരളത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് നടന്നത് 2011 അതിനുശേഷം പിന്നെ സെൻസസ് നടന്നിട്ടില്ല. 48 അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് വാഷിങ്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്ത നേതാവ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആദ്യം നടന്നത് ഏതെന്നാണ്? നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പം നിവർത്തന പ്രക്ഷോഭം അറിയാലേ. ക്ഷേത്രപ്രവേശന വിളംബരം എത്രയിലാണ്? 36 നിവർത്തന പ്രക്ഷോഭമാണെങ്കിലോ നിങ്ങൾ ഓർത്ത് നോക്കുക. വൈക്കം സത്യാഗ്രഹം 24 അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പം വൈക്കം സത്യാഗ്രഹമാണ് ആദ്യം നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 51 ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ എന്നത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക സംഖ്യ എന്നത് എന്താണ്? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണമാണ്. 52 റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ബെക്കോറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത്. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ, അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഹൈഡ്രജൻ ആണ് കേട്ടോ. അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഹൈഡ്രജൻ ആണ്. ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചുവന്ന ലിറ്റ്മസിനെ നീലനിറമാക്കുന്നു എന്നതാണ് ആസിഡുകളുടെ പൊതുഗുണത്തിൽ പെടാത്തത്. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറമില്ല എന്നതാണ്. ഫിനോഫ്തലിന് ആസിഡിൽ എന്താണ് നിറമില്ല.
സംഭരണ വേരുകൾക്ക് ഉദാഹരണം ക്യാരറ്റാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന അരുണ രക്താണുക്കളിലാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ മാരകവിഷമുള്ള കൂണാണ് അമാനിറ്റ ഫില്ലോഡിസ് ആണ് മാരക വിഷമുള്ള കൂണുകൾ. ഇനി പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ആഹാര പദാർത്ഥങ്ങളിലെ ജലം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ഒരു തരുണാസ്ഥി മത്സ്യമാണ് സ്രാവാണ്. ശരീരത്തിൽ ആകെയുള്ള നാഡികളുടെ എണ്ണം 43 ആകെയുള്ള നാഡികളുടെ എണ്ണം ചോദിച്ചാൽ അത് 43. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ് ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ്. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് അമോണിയം ക്ലോറൈഡ്. ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. സമുദ്രങ്ങളുടെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ടർ. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത എത്രയാണെന്ന് ചോദിച്ചാൽ അത് 90 ഡെസിബലിന് മുകളിലായിരിക്കും. ഇനി 67 അർദ്ധചാലകങ്ങളിലൊന്നാണ് ജർമേനിയം. എന്താണ്? അർദ്ധചാലകങ്ങളിലൊന്നാണ് ജർമേനിയം. മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരമടങ്ങുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. 70 കൃത്രിമ ജീൻ നിർമ്മിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖൊറാന. സംസർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത പ്രവൃത്തി ഏത് എന്നാണ്. അത് മാതൃകകൾ നൽകുകയും ഔപചാരിക അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുക. 72 അഭിക്ഷമത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പരിശീലനം കൊണ്ട് ഭാവിയിൽ എന്തു മാറ്റം ചെയ്യാൻ കഴിയും എന്നതാണ്. 73 ലോകത്തിൽ ആദ്യമായി ഒരു മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് മനഃശാസ്ത്രജ്ഞൻ വില്യം വൂണ്ടാണ്. 74 ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ് ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 75 അബ്രഹാം മാസ്ലോ അവതരിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലമാണ് കലാപരം. മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? അത് 75ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആത്മസാക്ഷാത്കാരം അല്ലേ? ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് കേട്ടോ. 76ാമത്തെ ക്വസ്റ്റ്യൻ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഏത് ഘട്ടത്തിലാണ്? അത് ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ് കേട്ടോ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങളോട് സംസാരിക്കുന്നു. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ്. 77 ബഹുതല ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമാകുന്ന ബുദ്ധിയുടെ ഘടകമേത്? ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ്. 78 വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് ഡാനിയൽ ഗോൾമാൻ. 79 വിരൽ നുകരൽ ഡാഷ് എന്ന സമായോജന തന്ത്രമാണ്. അപ്പോൾ പ്രതിഗമനമാണ് കേട്ടോ. 80 ഫ്രോയിഡിയൻ മനഃശാസ്ത്രമനുസരിച്ച് എല്ലാ മാനസികോർജ്ജങ്ങളുടെയും ഉറവിടം ഇതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ബാലക പ്രത്യക്ഷണ പരീക്ഷ ഉപയോഗിക്കുന്ന കുട്ടിയുടെ വ്യക്തിത്വത്തെ പഠിക്കാനാണ്. ജീവിതത്തെ പ്രതിസന്ധി ഘട്ടങ്ങളായി വിഭജിച്ചുകൊണ്ടുള്ള സിദ്ധാന്തം രൂപീകരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് എറിക്സൺ ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി പൂച്ചയെ ഭയപ്പെടുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം ഏതാണെന്നാണ്. അത് പൂച്ചയെ ഭയപ്പെടുത്തേണ്ടതില്ലെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുക. 84 പദങ്ങൾ കൃത്യമായി എഴുതുന്നതിനോ വായിക്കുന്നതിനോ ഉള്ള കഴിവില്ലായ്മയാണ് ഡിസ്ലെക്സിയ. ഒരു സമൂഹാലയത്തിൽ പ്രത്യേക രഹസ്യം സംഘമായി കാണുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ക്ലിക്കുകൾ. ദമനം ചെയ്യപ്പെട്ട വികാരങ്ങളുടെ വിരോചനം വഴി രോഗശാന്തി വരുത്തുന്ന മനഃശാസ്ത്ര ചിന്താരീതിയാണ് സൈക്കോ അനാലിസിസ്. 87 സമർത്ഥരായ സഹപഠിതാക്കളുടെയോ മുതിർന്നവരുടെയോ സഹായം പഠിതാവിന് സ്വയം എത്തിച്ചേരാൻ കഴിയുന്നതിനേക്കാളും ഉയർന്ന വികാസ മേഖലയിൽ എത്തിച്ചേരാൻ സഹായിക്കും എന്നും സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞനാണ് വൈഗോട്സ്കി. 88 അപൂർണമായ രൂപങ്ങളിൽ പൂർണ്ണരൂപം ദർശിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതയെ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തമാണ് ഗസ്തൾട്ട്. 89 മാതാപിതാക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നും പാരതന്ത്ര്യത്തിൽ നിന്നുമുള്ള മോചനം മുഖ്യ ആവശ്യമായി കാണപ്പെടുന്ന വികാസഘട്ടമാണ് കൗമാരം. 90 മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കുവാനുള്ള കഴിവുണ്ടെന്ന് സിദ്ധാന്തിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി. 91
വൺ ഹൂ സീ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ്. അതാരാണ്? വൺ ഹൂ സീ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് തിങ്സ്. 91ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റ് ആണ്, ഒപ്റ്റിമിസ്റ്റ്. ഇനി അടുത്തത് 92 വി സ്വാം ഡേഷ് ദ റിവർ. അക്രോസ് ദ റിവർ ആണ് കേട്ടോ, അക്രോസ് ദ റിവർ ആണ്. 93 ദേ ടുക്ക് ദ പോട്ട് ഡേഷ് ദ ഓൾഡ് മാൻ. പോട്ട് ടു ദ ഓൾഡ് മാൻ. ഇനി 94 ഹി വാസ് ഡിറ്റർമൈൻഡ് ടു ട്രൈ ഡേഷ് ദെയർ ഐഡിയാസ്. ഔട്ട് ദെയർ ഐഡിയാസ് ആണ്. ദ ബേബി ഹോഴ്സ് ഈസ് നൗൺ ആസ് ഫോയിൽ. ഫോയിൽ എന്നാണ് പറയുന്നത്. 96 പ്ലീസ് ഡേഷ് യുവർ ഷൂ ആൻഡ് ബി കംഫർട്ടബിൾ. ടേക്ക് ഓഫ് ആണ്, ടേക്ക് ഓഫ് ആണ്. ഇനി 97 ഹി ഈസ് പ്രൗഡ് ഡേഷ് ഹിസ് വെൽത്ത്. പ്രൗഡ് ഓഫ് ആണ് വരിക, പ്രൗഡിൻ്റെ കൂടെ എപ്പോഴും ഓഫ് ആണ് വരിക. 98 ഇംഗ്ലണ്ട് ഈസ് ഡേഷ് യൂറോപ്യൻ കൺട്രി. യൂറോപ്യൻ കൺട്രിയാണ്. 99 ഹി ആസ്ക്ഡ് ദ ഗോൾഡ് സ്മിത്ത് ടു മേക്ക് എ റിംഗ് ലൈക്ക് ദ വൺ ഹി ഡാഷ് ഫ്രം ഹിസ് ഫാദർ. ഇപ്പം ഹാഡ് ഇൻഹെറിറ്റഡ് ആണ്, ഹാഡ് ഇൻഹെറിറ്റഡ്. 100ാമത്തെ ക്വസ്റ്റ്യൻ ഹി ഹാസ് ഡാഷ് ലോഡ്ജ്ഡ് എ കംപ്ലൈൻറ്റ് എഗെയിൻസ്റ്റ് ഹെർ ആണ്. ആൾറെഡി ലോഡ്ജ്ഡ് എ കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.